കൊട്ടശ്ശേനി അപ്പം ജോലിയിൽ നിന്ന് വന്നോളൂ 6 മണിക്ക് കഴിഞ്ഞപ്പോൾ അരിപ്പൊടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴിപ്പൊടി ഉണ്ടാക്കാമെന്ന് ഞാൻ അപ്പപ്പൊടിയാണ് വാങ്ങിച്ചത്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ച് വെക്കണം. പിന്നെ ജീരകവും ഏലക്കയും പൊടിക്കാൻ മിക്സിയിലിട്ട് കല്ലിൽ ഇടിച്ച് പൊടിച്ച് അത്രയും പൊടിയില്ല, മിക്സിയിട്ടാകുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പത്തിന് കോഴിക്കോട്ടേക്ക് മാവ് ഒഴിക്കാണ്ട് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഈ ജീരകം ഏലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടി നനയ്ക്കുവാണ്, ചൂടുവെള്ളത്തിലാണ് നനയ്ക്കുന്നത്. നല്ല ഉണ്ട പിടിക്കാനുള്ള പാകത്തിലാക്കി. അയ്യോ, ഫിൽറ്റർ അതുകൊണ്ട് എൻ്റെ കൈ ഉള്ള കളറിനെക്കാട്ടും കരിപ്പിടിക്കുന്നുണ്ട് കൈ. അപ്പോൾ ഉണ്ട പിടിക്കാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഫുള്ളും എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങ മുഴുവൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ഒരുക്കി കിട്ടും. വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറുപ്പം ഒരുക്കി കിട്ടും. പൊടി ശർക്കര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ട ശർക്കര വാങ്ങിച്ചത്. ശർക്കര പിടിക്കുക നല്ലപോലെ അരിച്ചെടുത്ത് ചട്ടിയിലായി നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് ഇനി ഏലക്കയും ജീരകങ്ങൾ പൊടിച്ചത് ഇടാം. ഈ ഏലക്കയും ജീരകങ്ങൾ പൊടിച്ചത് ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ വെട്ടം കുറവായിട്ട് കളർ അധികം തോന്നാത്തത്. കോഴിക്കോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ആവിയായിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം വന്നത് വെള്ളം ചൂടാൻ വെക്കാം. നല്ല ഡ്രൈ ആയി വന്നത് തീ ഗ്യാസിൻ്റെ ഇച്ചിരി തീർത്ത് വെച്ച് പെട്ടെന്ന് ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു ഫില്ല് ചെയ്യാം. ടൈമിൽ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ഇത് ഉണ്ട പിടിച്ചിട്ട് ആവിയേറ്റം പത്തിൽ വെക്കാം. നമ്മുടെ കോഴിക്കോട്ട വേവിക്കാനൊരു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ പൊട്ടിയിട്ടുണ്ട്. ആവി അടിക്കൊണ്ട് ക്ലിയറായിട്ട് കിട്ടണില്ല.